സാർ ഒരു 10 വർഷം മുമ്പ്, അതായത് ഏകദേശം 2015 നമ്മൾ +2 ശേഷം CA CMA കോഴ്സുകൾ പറയുമ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. കാരണം ഡിഗ്രിക്ക് ശേഷം മാത്രം ചെയ്യുന്ന കോഴ്സുകൾ +2 ശേഷം സാധിക്കും എന്നൊരു ചോദ്യം നമ്മൾ BCom CMA ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്നിപ്പോൾ ഈ സമയത്ത് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നത് ആഫ്റ്റർ +2 ആണ്. ലാസ്റ്റ് ഇയറിൽ നമ്മളൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 10th ശേഷം പ്രൊഫൻസിലോട്ട് ഒരു ഇൻറ്റഗ്രേറ്റർ ആയിട്ട് +2 കൂടെ CA CMA പഠിക്കും. സാറേ അത് സാധ്യമാവുന്നൊരു കോഴ്സാണെന്ന് ചോദ്യമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൻസിൻ്റെ ബി സ്കൂളിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം? സാർ 10th കഴിഞ്ഞ സ്റ്റുഡൻസിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കൊമേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിന് മുമ്പായിട്ട് സയൻസ് ആൾറെഡി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈവൻ ഒരു 5 years 10 years മുമ്പ് തന്നെ 10th class കഴിഞ്ഞ കുട്ടികൾക്ക് +1 കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഡോക്ടർ ആണെങ്കിൽ അതിൻ്റെ ഒരു എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൊമേഴ്സിൽ ആ ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. കൊമേഴ്സിലെല്ലാം ആഫ്റ്റർ +2 ആണ് സാർ പറഞ്ഞ പോലെ BCom കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് 10th കഴിയുമ്പോൾ തന്നെ ആഗ്രഹമുണ്ട് CA ആവണം, ഫ്യൂച്ചറിൽ ഞാൻ CA ആണ്, അല്ലെങ്കിൽ CMA ആണ്, ACC ആണ്. അവരെന്തിനും +2 നേരെ വെയിറ്റ് ചെയ്യണം. 10th കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ +1 കൂടെ എന്ത് ചെയ്യാം, +1 കൂടെ നമ്മുടെ സ്കൂൾ വെച്ച് പ്രൊഫിൻസ് ബി സ്കൂൾ വെച്ച് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇവിടെ സർട്ടിഫിക്കറ്റ് മാറ്റം ഉണ്ടാവുമെന്ന്. ഇവിടെ കേരള സ്റ്റേറ്റ് സിലബസിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് നോർമലി +1 +2 പോയി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സെയിം സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവിടെ ഉണ്ടാവുക. ആൻഡ് ഇതിന് കൂടെ കുട്ടിക്ക് CA ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് കൊടുക്കും. ഇനി CMA ആണെങ്കിൽ, ഇപ്പോൾ CMA ആണെങ്കിൽ കാറ്റൊക്കെ +2 എക്സാമിന് മുമ്പേ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ACC തന്നെ ഇനീഷ്യൽ പേപ്പേഴ്സിൻ്റെ കോച്ചിങ് നമ്മൾ കൊടുക്കും. സർ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് +1 +2 അത് കേരള സിലബസിൻ്റെ കൂടെ തന്നെ CA or CMA ACC അതിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഫൗണ്ടേഷൻ പ്ലസ് അതിൻ്റെ കൂടെ ഒരു സ്കിൽ ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. 2 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡോക്ടർ ആവേണ്ട കുട്ടികൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഇത് +2 കഴിയുന്നവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഒരു +2 കഴിയുമ്പോൾ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഫൗണ്ടേഷന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സാർ നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് തുടങ്ങി അല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ഒരു റെസ്പോൺസ്? നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എല്ലാം ഇപ്പോൾ +1 എക്സാം എഴുതി അവർക്ക് +2 ക്ലാസ് നമ്മളൊരു ഏപ്രിൽ ലാസ്റ്റോടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പെരിന്തൽമണ്ണക്ക് തന്നെ പല ഭാഗത്തു നിന്നും സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കാലിക്കറ്റിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കി, തൃശ്ശൂരിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് ഇവിടെ നിന്ന് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് കൂടെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കിൽ ട്രെയിനിങ്ങും ഇപ്പോൾ നമ്മൾ എക്സലിൻ്റെ ബേസിക്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 2 years കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ +1 +2 മറ്റു ഒരു +1 +2 കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് എന്തായിരിക്കണം, ഒന്നുകൂടെ ഒരു പ്രൊഫഷണലായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, കംപ്ലീറ്റ് ചെയ്യാം.